ഇന്നലെ നമ്മുടെ മുമ്പിലേക്ക് വന്ന വാർത്തകളിൽ മറ്റൊന്ന് ഒരു സമാധിയാണ്. വലിയ തോതിലുള്ള കോലാഹലം അതുണ്ടാക്കിയതാണ്. സമാധിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദുരൂഹതകൾ, സംശയങ്ങളൊക്കെ ഒരു നാട്ടിൽ നിൽക്കുന്നു. അത് പരിഹരിക്കുക, അത്തരം സംശയങ്ങൾക്കും പരാതികൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ പോകുമ്പോൾ ഇന്നലെ അവിടെ ചില കശപിശകളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ കുടുംബം എതിർത്തു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണെന്ന് പോകുന്നത്. നെയ്യാറ്റിൻകരയിലെ മുൻപ് സൂചിപ്പിച്ച വിവാദ സമാധി മണ്ഡപം പൊളിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഫോറൻസിക് സർജൻ്റെ ഉൾപ്പെടെ സമയം പരിഗണിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താനാണ് പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും തീരുമാനം എന്നാണ് വരുന്ന വിവരങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മളുമായി പങ്കുവെക്കാൻ കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്, പ്രദേശത്ത് നിന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ സ്ഥലത്താണോ ഉള്ളത്? തീർച്ചയായും ശരത്ത്, ഈ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തീരുമാനം ജില്ലാ ഭരണകൂടവും പോലീസും കൈക്കൊള്ളുക. അത് എപ്പോൾ ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സമാധി സ്ഥലം ഇത് തുറന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എപ്പോൾ ഇത് തുറന്ന് പരിശോധിക്കും എന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നിലവിൽ ഇതിനെതിരെ കുടുംബം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതിയുടെ നിലപാട് കൂടി അതിനനുസരിച്ചായിരിക്കും ജില്ലാ ഭരണകൂടം ഇത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസം ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കോലാഹലങ്ങൾ, വലിയ ഒരു സംഘർഷം ഈ പ്രദേശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ വളരെ കൃത്യമായി ഇത് തുറന്ന് പരിശോധിക്കുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഫോറൻസിക് സർജൻ, അതുപോലെ തന്നെ RDO അടക്കമുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു സംഘമാണ് ഇവിടെ ഇന്നലെ, ഒരു പോലീസ് സംഘമാണ് എത്തിയത്. നെയ്യാറ്റിൻകര DYSP ഷാജി അടക്കമുള്ള ആളുകൾ നേരിട്ട് സ്ഥലത്തെത്തി ഇത് തുറന്ന് പരിശോധിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തി. എങ്കിൽ പോലും കുടുംബം വലിയ നിലയിൽ ഒരു പ്രതിഷേധമുയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പ്രതിഷേധം കണക്കിലെടുത്ത് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ പിന്തുണച്ചുകൊണ്ട് ചില ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തി. കൃത്യമായി കുടുംബത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് ഇത് പൊളിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കണമെന്ന ഒരു ആവശ്യമാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കളും മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും ഇന്നലെ തന്നെ സബ് കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്, ഇന്നിപ്പോൾ വ്യക്തമാക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിൽ നോട്ടീസ് നൽകേണ്ട ഒരു നിയമപരമായ ബാധ്യത നിലവിലില്ല. പക്ഷേ ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ട് ഇത് തുറന്ന് പരിശോധിക്കുന്നതിന്. ഈ ഉത്തരവിന്റെ പകർപ്പ് ഇന്ന് കുടുംബത്തിന് കൈമാറും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ ഒരു ബാധ്യത മാത്രമാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനുമുള്ളത്. അത്തരത്തിൽ ഈ ഉത്തരവ് കൈമാറിക്കൊണ്ട് 2 ദിവസത്തിനകം തന്നെ ഈ സമാധി സ്ഥലം തുറന്ന് പരിശോധിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മറ്റ് സംശയങ്ങൾക്കൊന്നും ഇടവരുത്താത്ത വിധത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, പോലീസിന്റെ മുന്നിൽ നിലവിലുള്ളത് ഒരു മാൻ മിസ്സിംഗ് കേസാണ്. ഈ കേസിൽ ഒരു വ്യക്തത വരണമെങ്കിൽ അദ്ദേഹം, ഈ മരണപ്പെട്ട ഗോപൻ സ്വാമികൾ ഇതിനകത്ത് ഈ സമാധി സ്ഥലത്തിനകത്ത് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഉണ്ടെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഈ മൃതദേഹം പുറത്തെടുത്ത് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയാക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് പൂർത്തിയാക്കിയാൽ കമലേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സമാധിയാണ്. സമാധി സ്ഥലം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന മക്കളും ഒക്കെ പറയുന്നതൊക്കെ വലിയ ചർച്ചയും പല രൂപത്തിൽ അത് വിലയിരുത്തപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിന് ഒരു ഭരണകൂടത്തിന്, ജില്ലാ ഭരണകൂടത്തിന്, പോലീസിന് നീങ്ങേണ്ടി വരുന്നത്, അതിൻ്റെ ഒരു ലീഡ് നേരത്തെ കമലേഷ് സൂചിപ്പിച്ചു, അതൊരു മാൻ മിസ്സിംഗ് കേസാണ്. പ്രദേശത്തെ ആളുകൾക്ക് പല സംശയങ്ങളുമുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന, ഇങ്ങനെയൊക്കെ പരിശോധിക്കാൻ ഇടയാക്കിയ ആ ഒരു സാഹചര്യം എന്താണ്? ആ കേസുമായി ബന്ധപ്പെട്ട് കൂടി, അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചു തുടങ്ങിയ സാഹചര്യത്തെക്കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി വേഗത്തിൽ. തീർച്ചയായും ശരത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ വിശ്വാസം എന്നത് മാത്രമല്ല, നിയമപരമായ ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. പോലീസിന്റെ മുന്നിൽ പോലീസ് അതിനെ നിയമപരമായി മാത്രമാണ് കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഗോപൻ സ്വാമികൾ സമാധിയായി എന്ന ഒരു ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ബോർഡ് കാണുമ്പോൾ മാത്രമാണ് തൊട്ടടുത്തുള്ള ആളുകളും അടുത്ത ബന്ധുക്കൾ പോലും ഇദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത അറിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ
ഈ 2 മക്കൾ മാത്രമാണ് പിതാവ് സമാധിയായി എന്ന ഒരു ബോർഡ് വെക്കുകയും ഈ മരണം അറിയുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ എങ്ങനെ മരിച്ചു, ഇന്നലെ വരെ കണ്ടിരുന്ന ആൾ ഇന്ന് രാവിലെ എങ്ങനെ സമാധിയായി എന്നത് വളരെ ഒരു സംശയം ജനിപ്പിക്കുന്ന നിലയിൽ ഇത് ദുരൂഹതയുള്ള കാര്യമായി തന്നെ പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ഈ പ്രദേശവാസികൾ, അയൽവാസികൾ അടക്കമുള്ള ആളുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു പരാതി നൽകുകയും ചെയ്യുന്നത്. അന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് ഒരു 4 ദിവസത്തോളം, അതായത് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. സമയമെടുത്ത് കലക്ടറുടെ ഉത്തരവടക്കം നേടിക്കൊണ്ടാണ് ഈ സമാധി സ്ഥാനം തുറന്നു പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനാണ് ഇന്നലെ കമലേഷ് അതിൽ ഈ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തിൽ ഈ ഭരണകൂട സംവിധാനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, അതുപോലെ തന്നെ പോലീസിനുമുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജൻ പറയുന്നൊരു കാര്യം ശരിയാണ്. നേരത്തെ കമലേഷും സൂചിപ്പിച്ചു, ഒരു ദിവസം പൊടുന്നനവേ ഈ സ്വാമി സമാധിയായി എന്ന് അവിടെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ബന്ധുക്കൾ പോലും, തൊട്ടടുത്ത ബന്ധുക്കൾ പോലും, അയൽവാസികളും നാട്ടുകാരും ഒക്കെ അങ്ങനെ മാത്രമാണ് അറിയുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത വിധം ഒരു ബോർഡിലൂടെ ഒരു കാര്യം അങ്ങ് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു. അതാണ് രാജൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത്. അതാണ് ബന്ധുക്കളോ ഉറ്റ ബന്ധുക്കളോ ഏറ്റവും അടുത്ത ചില ആളുകളോ മാത്രം ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് അതെങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? പ്രത്യേകിച്ച് പരാതി കൂടി ഉയരുന്നു. കമലേഷ് അത് സൂചിപ്പിച്ചു, ഒരു മാൻ മിസ്സിംഗ് കേസ് തന്നെ പോലീസിന് മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുക എന്ന ഒരു ചോദ്യം അടക്കം ഇവിടെ രാജൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുവായ സംശയത്തിൻ്റെ ഒരു പ്രതിനിധാനമായിട്ട് ആണ് ഞാൻ ആ കമൻറ്റിനെ എടുക്കുന്നത്. രാജൻ സൂചിപ്പിച്ചത് എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന സംശയം തന്നെയാണ്. അപ്പോൾ അതിനെ പല രൂപത്തിൽ വിശ്വാസമൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിച്ചാലും കൃത്യത വരുത്തി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്.